കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം ആപ്പിൾ റെസിഡൻസിലെ കാർ പാർക്കിംഗ് ഏരിയയിൽ തീപിടിച്ചു. രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ഹോട്ടലിലെ മുറിയിൽ കുടുങ്ങിയ പെൺകുട്ടിയെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. അതേസമയം പനമ്പള്ളി നഗറിൽ ആക്രി കടയ്ക്കും തീപിടിച്ചു. സമീപങ്ങളിലേക്കും തീ വ്യാപിച്ചു. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. അവിടെ ഉണ്ടായെന്ന് വെച്ചാൽ ഇങ്ങോട്ടുള്ള ആക്സസിൻ്റെ ഒരു വിഷയമുണ്ട്, വാഹനങ്ങൾ എത്തിപ്പെടുന്നുള്ള ആക്സസിൻ്റെ വിഷയമുണ്ട്. പക്ഷേ ഫ്ലൈ ഓവർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഫ്ലൈ ഓവറിൽ വാഹനം നിർത്തിക്കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ കവേഡാണ്. കവേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് വാട്ടർ നമുക്ക് ജെറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആ ഷീറ്റുകളെല്ലാം മാറ്റിക്കൊണ്ടാണ് നമുക്ക് ഫയർ ഫൈറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്. മൂന്നാമത്തെ വിഷയം, തൊട്ടടുത്ത് റെയിൽവേ ലൈനുണ്ട്, അപ്പോൾ അത് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതെല്ലാം ഒരു ടാസ്ക് ആയിരുന്നു. ഇല്ല, സമീപത്ത് 2 ലോഡ്ജിലുണ്ടായിരുന്നു. ആ ലോഡ്ജിലുള്ള ആൾക്കാർ നമ്മൾ 10ഓളം ഫാമിലീസ് ഉണ്ടെന്ന് അവരെ ഇനിഷ്യൽ സ്റ്റേജിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോഡ്ജിലേക്ക് ഫയർ ഫൈറ്റ് എത്താൻ അത് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ കൺട്രോൾ ചെയ്യാൻ പറ്റി. മഴ പെയ്തത് ആശ്വാസമായെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് അറിയാം ഷീറ്റ് എല്ലാം നമുക്ക് പൊളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിന് മുന്നേ ആയിരുന്നു മഴ പെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴവെള്ളം നമുക്ക് അതിന് സഹായമായിട്ടില്ല, പരുക്ക് ഉണ്ടായിട്ടില്ല. അത് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ എല്ലാവരും എവാക്യുവേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. 2.5 മണിക്കൂറിലധികം നമ്മൾ ട്രെയിനെ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. അതോടൊപ്പം തന്നെ റോഡും ബ്ലോക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്തത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, കൊച്ചിയിൽ 2 തീപിടുത്തം ഏകദേശം ഒരേ സമയം 2 ഇടങ്ങളിലായി തീപിടുത്തം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം റെസിഡൻസിയിലെ കാർ പാർക്കിംഗ് ഏരിയയിൽ തീപിടിച്ചു. ഒപ്പം തന്നെ പനമ്പള്ളി നഗറിലെ ആക്രി ഗോഡൌണിലും തീപിടിച്ചു. വിവരങ്ങൾ. നിഖിൽ, ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. 2ഇടത്തും ഏകദേശം ഒരേ സമയത്താണ് തീപിടുത്തം ഉണ്ടായത്. ഒന്ന് നെടുമ്പാശ്ശേരിക്ക് സമീപമുള്ള ആപ്പിൾ റെസിഡൻസി എന്ന ഹോട്ടലിലായിരുന്നു തീപിടുത്തം ഉണ്ടായത്. ഇവിടെ കാർ പാർക്കിങ്ങിന് സമീപത്ത് നിന്നും തീ വരികയും അത് കെട്ടിടത്തിലേക്കും പടരുകയുമായിരുന്നു. ഇവിടെ 1 കാർ പൂർണ്ണമായും, 3 കാറുകൾ ഭാഗികമായും, ഏതാനും ബൈക്കുകളും കത്തി നശിച്ചു. ഇതിനിടയിൽ മുറിയിൽ അകപ്പെട്ട ഒരു യുവതിയെ ഏറെ പ്രയാസപ്പെട്ടാണ് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന്. ഈ യുവതിക്ക് പരിക്കില്ലാതെ രക്ഷപ്പെടുത്താനും സാധിച്ചു. വൈദ്യുതി വിച്ഛേദിച്ച ശേഷം ഏണി നൽകി അതിലൂടെയാണ് പുറത്തേക്ക് ഇറക്കിയത്. അതിനെ അവിടെയും പൂർണ്ണമായി തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന് സമാനമായ സമയത്ത് തന്നെയാണ് പനമ്പള്ളി നഗറിൽ, അതായത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപം മേൽപ്പാലത്തിന് താഴെയായിട്ടാണ് തീപിടുത്തം ഉണ്ടായത്. ഇവിടെ ആക്രി ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ സമീപത്ത് താമസിക്കുന്ന സജീവ് എന്ന വ്യക്തി ഇതിന്റെ ശ്രദ്ധയിൽ പെടുകയും ഉടൻ തന്നെ അഗ്നിശമന സേനയെ അറിയിക്കുകയും ഇതിനകത്തുണ്ടായിരുന്ന 8 ജീവനക്കാരുണ്ടായിരുന്നു, അവരെയും വിവരം അറിയിച്ച് പുറത്തെത്തിക്കുകയും ചെയ്തു. അപ്പോഴേക്കും അഗ്നിശമന സേന എത്തി തീ അണയ്ക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു. 10 സ്റ്റേഷനുകളിൽ നിന്നായി 15 അഗ്നിശമന സേനയുടെ വാഹനങ്ങൾ എത്തി. ഏതാണ്ട് 200-ലധികം ജീവനക്കാരും ചേർന്നാണ് തീ അണച്ചത്. ഈ സമയത്ത് മഴ പെയ്തെങ്കിലും അത് കാര്യമായ ഗുണം ഉണ്ടാക്കിയില്ല എന്നതാണ് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കാരണം ഈ ഗോഡൌണിന് മുകളിൽ ടിൻ ഷീറ്റുകൾ ഇട്ടിരുന്നതിനാൽ ഈ മഴവെള്ളം അകത്തേക്ക് കയറുന്നില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ചെറിയ പുക വരുന്നെങ്കിലും അപകടകരമല്ല എന്നതാണ് അഗ്നിശമന സേനയും മറ്റും വ്യക്തമാക്കുന്നത്. ശരി സുധീഷ്, കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപവും പനമ്പള്ളി നഗറിലും തീപിടുത്തം ഉണ്ടായി. ഏകദേശം ഒരേ സമയത്തുണ്ടായ തീപിടുത്തത്തിൽ വലിയ രീതിയിലുള്ള തീപിടുത്തം അത് വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.